തോരാത്ത കണ്ണീർ തുടച്ചു, തോളിൽ നീ എന്നെ വഹിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു, തോളിൽ നീ എന്നെ വഹിച്ചു. സ്നേഹത്തിൻ പൂന്തണൽ എനിക്കായി വിരിച്ചു, നീ എന്നെ അനുഗ്രഹിച്ചു. ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചു. തോരാത്ത കണ്ണീർ തുടച്ചു, തോളിൽ നീ എന്നെ വഹിച്ചു. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് രാവിലെ ദൈവവചനവുമായി നിങ്ങളും പുറത്ത് ഒരുമിച്ച് സന്ധിക്കുവാൻ ഒരവസരം കൂടെ എനിക്ക് ഈ ഭൂമിയിൽ ദൈവം തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ മനസ്സൊരുക്കത്തോടെ ഇത്തിരി നേരം ഈ വചനത്തിന് മുമ്പാകെ നിങ്ങൾ ഇരിപ്പാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കൊരു വേദഭാഗത്തേക്ക് തിരിയാം. അത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 47-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോസ്തലപ്രവൃത്തി 2:47. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്ത്. ആ ദിനംപ്രതി എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് കാര്യം. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ലോകം യുഗമാറ്റത്തിലേക്ക് എന്നുള്ളതാണ് മെയിനായ വിഷയം. അതിൻ്റെ 3-ാമത്തെ എപ്പിസോഡാണിത്. ആ 3-ാമത്തെ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടം ഏതിൻ്റെയാണ്? ഈ കാലഘട്ടം രക്ഷാകാലമാണ്. ഇന്നത്തെ ചിന്തയിലെ പ്രസക്ത കാര്യങ്ങൾ രക്ഷാകാലം, ശിക്ഷാകാലം. അങ്ങനെ ഒരു കാലമുണ്ടോ? ഉണ്ട് സഹോദരങ്ങളെ, ഉണ്ട്. ക്രമത്തിൽ ചിട്ടയിൽ മനസ്സോടെ പഠിച്ചാൽ പരിശോധിച്ചാൽ പരിശുദ്ധാത്മാവ് സഹായിക്കും, വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ഇത് രക്ഷാകാലം എന്ന് പറയുന്നത് ദൈവസഭയുടെ ആരംഭ നാളിൽ ജനന ദിവസത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി കർത്താവ് സഭയോട് ചേർത്തു. സഭയിലെ അംഗങ്ങൾ ആരാണ്? രക്ഷിക്കപ്പെട്ടവരാണ്. എന്താണ് രക്ഷിക്കപ്പെടുക? ശിക്ഷയിൽ നിന്നുള്ള മോചനം. എന്താണ് ശിക്ഷ? പാപത്തിൻ്റെ ശമ്പളമായ ശിക്ഷ. പാപത്തിൻ്റെ ശമ്പളമായ ശിക്ഷയുടെ ചങ്ങലയിൽ കിടക്കുന്നവരെ അഴിച്ചുവിട്ട് സ്വതന്ത്രരാക്കി സന്തോഷം പ്രദാനം ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ചാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. വചനത്തിൽ രക്ഷയുടെ സന്തോഷമെന്നുണ്ട്, അവൻ രട്ടഴിച്ചു എന്നുണ്ട്, വിലാപത്തെ മാറ്റിയെന്നുണ്ട്. രട്ടഴിച്ച് സന്തോഷം ഒടിപ്പിച്ചു, വിലാപത്തെ നൃത്തമാക്കി തീർത്തു. അത് ആണ് രക്ഷ. രക്ഷ മനുഷ്യന് സ്വയം നേടിയെടുക്കാൻ കഴിയാത്തതും ഒരാൾക്ക് മറ്റൊരാൾക്ക് നൽകാൻ കഴിയാത്തതും ആയിരിക്കുന്ന, ലോകത്തിലെ ഒരു സാൻമാർഗികത കൊണ്ടും ലഭിക്കാൻ കഴിയാത്തതായ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കർമാദികൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതായ ഒന്നാണ് ആത്മരക്ഷ. ആത്മരക്ഷ പ്രാപിക്കുന്നവരെ കൂട്ടി കർത്താവ് സഭ പണിയുന്നു. ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരാൾ മുടക്കേണ്ട മുതൽ
പാപിയാണെന്ന് സമ്മതിച്ച് അതൊന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപരിഹാരം വരുത്തിയ വ്യക്തിയുമായി ഒന്ന് കണക്റ്റഡ് ആകുന്ന കാര്യമാണ്. അത് യേശുവാണ് അതിൻ്റെ ആൾ. അവിടെ വരുമ്പോൾ ഇസ്ലാമെന്നോ ഹൈന്ദവനെന്നോ ജൈനനെന്നോ ബുദ്ധമതക്കാരനെന്നോ സിഖ് മതക്കാരനെന്നോ ആദിവാസി സമൂഹമെന്നോ എന്നൊന്നുമേ വകഭേദങ്ങളില്ല. അവനും പാവി, ഇവനും പാവി, എല്ലാം പാവി. പാവിയെ രക്ഷിക്കാൻ ദൈവം അയച്ചത് യേശു ക്രിസ്തുവിനെ. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ദൈവം വെച്ചത് ഒരു ഗോവണി. ആ ഗോവണിയുടെ പേരാണ് യേശു ക്രിസ്തു. അതിൽ കയറി ചെല്ലാൻ, ആ കെയറോപ്പ് വഴി കയറി ചെല്ലാൻ. അങ്ങനെ രക്ഷാകാലം, ഈ രക്ഷാകാലത്തെ തക്കതിൽ ഉപയോഗിച്ചുകൊള്ളണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നൊരിക്കൽ കിട്ടിയെന്ന് വരികയില്ല. കേൾക്കുമ്പോൾ അവസരമുള്ളപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ നടക്കുന്ന നടപ്പിൽ ഇതിനെ സ്വീകരിക്കണം. സ്വീകരിച്ചാലോ സഭയിൽ ഉൾപ്പെട്ടു. ആരുൾപ്പെടുത്തി? കർത്താവ് ഉൾപ്പെടുത്തി. എന്തുകൊണ്ട് ഉൾപ്പെടുത്തി? വിശുദ്ധന്മാരുടെ ഗണത്തിൽ, രക്ഷിക്കപ്പെട്ടവരുടെ ഗണത്തിൽ, ദൈവരാജ്യ അംഗത്വം ഉള്ളവരുടെ ഗണത്തിൽ കർത്താവ് ഉൾപ്പെടുത്തി. കർത്താവിനല്ലാതെ ഒരാളെപ്പോലും ഈ ഗണത്തിൽ ഉൾപ്പെടുത്തുവാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു നൂറ്റാണ്ടിലും ആർക്കും സാധ്യമല്ല. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തു. ഇത് രക്ഷാകാലം എന്നതാണ് നമ്മൾ പഠിക്കുന്ന പാഠം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രക്ഷാദിവസത്തിൽ. സ്തോത്രം. എനിക്ക് വളരെ പ്രായമുള്ളൊരു മനുഷ്യനാണ്. ഒരുപക്ഷെ എൻ്റെ അത്ര പ്രായമുള്ളവരാരും ഇത് കേൾക്കുന്നുണ്ടാവില്ല. എന്നേക്കാൾ പ്രായം കൂടിയവരും കേൾക്കുന്നുണ്ടാവില്ല എന്നാണ് എൻ്റെ വിചാരം. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർക്കത് വേണ്ടവണ്ണം ഗ്രഹിക്കാൻ കഴിയത്തുമുണ്ടാവില്ല. എന്തുവാകട്ടെ, എല്ലാവരോടും ഞാൻ പറയട്ടെ, ജീവിതം നാളെയല്ല, ജീവിതം ഇന്നലെയല്ല, ജീവിതം ഇന്നാണ്. നാളെ വരുമ്പോൾ എന്ത് പറയണം സാറേ? അത് തന്നെ പറയണം. രക്ഷാ ദിവസം. ഇപ്പോൾ രക്ഷാ ദിവസം, ഇപ്പോൾ സുപ്രസാദകാലം. ഇപ്പോൾ രക്ഷാ ദിവസം എന്ന ഈ വചനത്തിൻ്റെ മുമ്പിലായിരിക്കുന്നവർ അവരറിയണം ഇതാണ് രക്ഷാസമയം. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന മറ്റു പ്രയോഗം എങ്ങനെയാണ്? സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുക. തക്കത്തിൽ സമയം ഉപയോഗിച്ചുകൊണ്ട് ഇത് രക്ഷാദിവസമായിട്ട് അംഗീകരിക്കുക, രക്ഷാദിവസമായിട്ട് ഏറ്റെടുക്കുക. ഇനിയും യെരുശലേമിലേക്ക് പോകുന്നവർക്കറിയാം, പോയിട്ടുള്ളവർക്കറിയാം, അവരുടെ യഹൂദന്മാർ അവരവരുടെ പഴയ ആചാര അനുഷ്ഠാനങ്ങൾ ഇപ്പോഴും മുഴുകിയിരിക്കുകയാണ്. ആ ലോകത്തിലെങ്ങും ചിതറിപ്പോയിരുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞതിന് ശിക്ഷാകാലമായിട്ട് അവർ പോയി. 1948 വരെ ലോകത്ത് മുഴുവൻ ചിതറിപ്പോയി. അവൻ മടങ്ങി വന്നു. അവൻ്റെ രാജ്യമാണ് ഇസ്രായേൽ രാജ്യം എന്ന് പറയുന്നത്. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത് നോക്കുക. 11-ാം അധ്യായത്തിന് 25-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് ആവശ്യമായ കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുന്നത് വരെ ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചു. ഇതാണ് വായിച്ചത്. ഇസ്രായേൽ എന്ന ജനത്തിന് ഈ നിർമ്മലമായ സത്യം, മാർമിക വിഷയം മനസ്സിലാകാതിരിക്കുമ്പോൾ വിജാതീയരായ യഹൂദന്മാരല്ലാതെ ആയിരുന്ന ജനത്തെ ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുത്തു.
അപ്പോൾ ഈ കാലം ജാതികളുടെ രക്ഷയ്ക്കുള്ള കാലമാണ്. ഇനി ആരാണ് ജാതികൾ? സ്തോത്രം. മനസ്സിലാക്കാൻ പ്രയാസമുള്ള പാഠമാണെന്നൊക്കെ തോന്നിയാലും മനസ്സോടെ ഇരുന്നാൽ മനസ്സിലാകും, പ്രാർത്ഥനയോടെ ഇരുന്നാൽ മനസ്സിലാകും, ആവശ്യബോധത്തോടെ ഇരുന്നാൽ മനസ്സിലാകും. ദൈവം അതിനെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ലിസ്റ്റിൽ ഇന്ന് ലോകത്ത് 3 ജാതികളുണ്ട്. ഒന്ന്, ദൈവജനമാകുന്ന വിശുദ്ധ ജാതി, ദൈവസഭയിലെ അംഗങ്ങൾ, വിശുദ്ധന്മാർ. 2, ദൈവസഭയ്ക്ക് പുറത്തുള്ളവരെല്ലാം ജാതികൾ. 3, യഹൂദന്മാരായ ഇസ്രായേൽ. ഈ 3 ഗണങ്ങളേ ഉള്ളൂ. ഞാൻ എൻ്റെ പിതാക്കന്മാരാരും യഹൂദന്മാരല്ലായിരുന്നു. ഞങ്ങളുടെ കുടുംബം ആരും രക്ഷിക്കപ്പെട്ടവരുടെ ഗണത്തിലുമല്ലായിരുന്നു. ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ ഞാൻ ആരായിരുന്നു? ജാതിയായിരുന്നു. യഹൂദന്മാരുടെ ഗണത്തിൽ പെടാത്തവരെല്ലാം ആരാണ്? ജാതികളാണ്. അവിടെ ദൈവസഭയിൽ കയറണമെങ്കിൽ എന്ത് വേണം? കർത്താവ് രക്ഷാനുഭവം നൽകണം. കർത്താവ് രക്ഷാനുഭവം നൽകിയവർ എവിടെ എത്താം? ദൈവസഭയിലെത്താം. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്ത്. അപ്പോൾ പാപിയാണെന്ന് സംബന്ധിച്ച് യേശുവിനെ ഏറ്റെടുത്ത് യേശുവിൽ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലും വീണ്ടും ജനം നടക്കുമ്പോൾ അത് ദൈവം ചെയ്തു തരുന്ന അനുഗ്രഹമാണ്. വീണ്ടും ജനം നടക്കുമ്പോൾ അവനൊരു ദൈവ പൈതലായി, അവളൊരു ദൈവ പൈതലായി, അവൾ സഭയ്ക്കകത്തേക്ക് വരാൻ പരിശുദ്ധാത്മാവ് വാതിൽ തുറന്നിരുന്നു. അങ്ങനെ സഭയ്ക്കകത്തെത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു, രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. യേശു തമ്പുരാൻ പണിയുന്ന ദൈവസഭയ്ക്കകത്ത് അംഗങ്ങളാക്കി ചേർക്കുന്നതും അവിടുന്ന് തന്നെയാകിയാൽ ആ അംഗങ്ങളുടെ മുഴുവൻ പേരും കർത്താവിൻ്റെ ലിസ്റ്റിലുള്ള ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പുകയിൽ തള്ളിയിടും. ആ തീപ്പുക 2ാമത്തെ മരണം. അപ്പോൾ ജാതികളുടെ ലിസ്റ്റിൽ നിന്നാണ് ഞാൻ വന്നത് എന്നാണ് പറഞ്ഞത്. ഇന്നിവിടെ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന ആൾക്കാർ യഹൂദന്മാരല്ലാതെ ആര് വന്നിട്ടുണ്ടെങ്കിലും ജാതികളുടെ ലിസ്റ്റിൽ നിന്ന് വന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. വായിച്ചത് ഇതാണ്: ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇത് ജാതികളുടെ കാലമാണ്. എന്തിൻ്റെ കാലം? രക്ഷാകാലം. ഏത് ദിവസം? രക്ഷാ ദിവസം. അപ്പോൾ ഈ രക്ഷാകാലത്തെ മിസ്യൂസ് ചെയ്യരുത്, നഷ്ടപ്പെടുത്തി കളയരുത്, നശിപ്പിച്ച് കളയരുത്. വെളിപ്പാട് പുസ്തകം 5:9 കൂടെ ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 5:9 വായിച്ചേ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. വംശത്തിലും ഭാഷയിലും ഗോത്രത്തിലുമുള്ള സകല ജാതികളെയും വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ജാതികളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയെന്ന്, സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയെന്ന്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത് ജാതികളുടെ കാലമാണ്, ഇത് രക്ഷാകാലമാണ്, രക്ഷാസമയമാണ്. നഷ്ടപ്പെടുത്തിയാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ സമയം കിട്ടത്തില്ല, എളുപ്പമല്ല. ദൈവവചനത്തോട് മറുതലിച്ചവരെ ന്യായവിധിയുടെ കൊട്ടേഷനിൽ ദൈവം മാറ്റിയിട്ടിരിക്കുകയാണ്. അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വണ്ണം 100% വചനസത്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആണയിട്ട് പറയുന്നു, സുവിശേഷം തള്ളിയവരെ ന്യായവിധിയുടെ റൗണ്ടിൽ ദൈവം മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആ സമയം, ദൈവ ദിവസം എന്നൊരു ദിവസം വരുന്നുണ്ട്. ആ ദിവസത്തിലാണ് ന്യായവിധി. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞത്, ഇത് ജാതികളുടെ കാലം, ഇത് രക്ഷാകാലം, ഇത് രക്ഷാ ദിവസം. ഈ ദിവസത്തെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. ഈ കാലം എവിടെ മുതൽ എവിടം വരെയാണ്? കാൽവറി ക്രൂശിലെ യേശു ക്രിസ്തുവിൻ്റെ മരണസമയം മുതൽ, അപ്പോഴാണ് 3 തട്ടുകളായി തിരിച്ചിരുന്ന ദൈവാലയത്തെ ഒറ്റ തട്ടാക്കിയത്.
യേശു പ്രാണനെ വിട്ടപ്പോൾ ദൈവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ടടി കൊണ്ട് രണ്ടായി ചീന്തിപ്പോയി. അർത്ഥം, വിശുദ്ധ സ്ഥലവും തമ്മിൽ തിരിച്ചിരുന്ന മറശ്ശീല ചീന്തി മാറ്റിയിട്ട് തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദൈവം വേർപാടിനെ നടിച്ചോറിടിച്ചു കളഞ്ഞു. ജാതികൾ യഹൂദന്മാർ, പുരോഹിതന്മാർ, ജാതികൾ പ്രാകാരത്തിൽ, യഹൂദന്മാരായ വിശുദ്ധന്മാർ വിശുദ്ധ സ്ഥലത്ത്, പുരോഹിതന്മാർ അതിവിശുദ്ധ സ്ഥലത്ത് എന്നിങ്ങനെയുള്ള ത്രിവിധ ഘടകങ്ങളായി നിന്ന തട്ടുകളായ മതിലുകളെ ഇത് ഇടിച്ചു മാറ്റി. സംശയമുള്ളവർക്ക് എഫേസ്യ ലേഖനം 2-ാം അധ്യായം വായിച്ചാൽ കാണാവുന്നതാണ്. അവൻ വേർപാടിനെ നടിച്ചുവറിടിച്ചു, സകലത്തെയും ഒന്നാക്കി. യഹൂദനും യവനനും ദാസനും സ്വതന്ത്രനും സ്ത്രീയും പുരുഷനും എന്ന് വ്യത്യാസമില്ല, നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്ത പ്രക്രിയ കർത്താവ് അത് ചെയ്തു. അങ്ങനെ ക്രൂശുമരണം മുതൽ മധ്യാകാശത്തിൽ യേശു വന്ന് സഭ എടുക്കപ്പെടുന്ന നാൾ വരെ ഉള്ള കാലഘട്ടത്തിൻ്റെ പേരാണ് കൃപായുഗം, സൗജന്യ കാലഘട്ടം. ഇത് ദൈവത്തിൻ്റെ ദീർഘക്ഷമയുടെ പദ്ധതിയാണ്. പോരാ, അവന് ഇത്ര ദീർഘകാലം മനുഷ്യർക്ക് തരുവാൻ പ്രസാദമായി ചിലരും ചിന്തിക്കുകയും പറയുകയും ചെയ്യാറുള്ളത്. അപ്പോസ്തലന്മാരുടെ കാലത്ത് പറഞ്ഞല്ലോ, യേശു ക്രിസ്തു വേഗം വരുന്നെന്ന്. ഇതുവരെ വന്നില്ലല്ലോ. ഈ സ്വപ്നം, ഈ ഊഹാഭോഗം എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ഇത്രയും കാലം 2000 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ വിശ്വാസപ്രകാരം തിരുവെഴുത്ത് പറയുന്നതേ, അങ്ങനെയുള്ളവരോടുള്ള മറുപടിയായിട്ട് ഞാൻ പറയുകയാണ്, തിരുവെഴുത്ത് പറയുന്നതേ ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെ മാത്രം ഇരിക്കുന്നു. ആ വചനത്തെ വ്യാഖ്യാനിച്ചെടുത്താൽ 2 ദിവസമാകുന്നതേ ഉള്ളൂ. ദൈവത്തിൻ്റെ കലണ്ടറിൽ ലിസ്റ്റിൽ അതോടെ വിടുകയാണ്. ഇനി എത്ര കാലം കഴിഞ്ഞാലും യേശു മടങ്ങി വരും. അവൻ്റെ ചങ്കിലെ ചോര കൊടുത്ത് വിലക്കെടുത്ത് വീണ്ടെടുത്ത അവൻ്റെ സ്വന്തം ജനത്തെ, അവൻ്റെ സഭയെ, വായിക്കുന്ന വചനം ഇങ്ങനെയാണ്, സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ, ആ സഭയെ ചേർക്കുവാൻ യേശു വീണ്ടും വരും. ലോകത്തിൽ ദൈവത്തിന് ഒരുപാട് പദ്ധതികളില്ല, ഒരു ബിൽഡിങ്ങുകളും ഏത് തരത്തിൽ ആരെല്ലാം എന്തിൻ്റെ പേരിലുണ്ടാക്കി ഒരു ബിൽഡിങ്ങുകളും ദൈവത്തിൻ്റെ ലിസ്റ്റിലുള്ളതല്ല. അവനൊരു സമ്പാദ്യമേ ഉള്ളൂ, അത് രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടം കൊണ്ട് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ സംഘമായ ദൈവത്തിൻ്റെ സഭ, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമെന്നും അതിനർത്ഥമുണ്ട്. എക്ലീഷ്യ എന്നാണ് ഗ്രീക്ക് വാക്ക്. അപ്പോൾ നമുക്ക് റോമാലേഖനം 6:23 കൂടെ വായിച്ച് ഇന്നത്തെ നമ്മുടെ ഈ ചിന്ത ഇവിടെ ക്ലോസ് ചെയ്യാനായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാപരമോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നിത്യജീവൻ തന്നെ. ഓക്കെ, എൻ്റെ പ്രിയരെ, പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് പറയുമ്പോൾ ബൈബിളുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുള്ള ആർക്കും അറിയാം, അത് ശരീരത്തിൻ്റെ മരണമല്ല, ആത്മാവിൻ്റെ മരണമാണ്, നരകയാത്രയാണ്, നരകത്തിലേക്കുള്ള ഗമനമാണ്. അതാണ് പാപത്തിൻ്റെ ശമ്പളം, നരകം. അർത്ഥം അടുത്തത് ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ള നിത്യജീവൻ തന്നെ. അപ്പോൾ ആ കൃപ തരുവാൻ ഉള്ള കാലഘട്ടമാണ് ഇത്. ലഭിക്കാനുള്ള കാലഘട്ടം, പ്രാപിപ്പാനുള്ള കാലഘട്ടം, സാധിക്കുന്ന കാലഘട്ടം. സകല മനുഷ്യർക്കും വേണ്ടി രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അങ്ങനെയാണ് വായിക്കുന്നത്. സ്തോത്രം. ഒരിക്കലൊരു ബാർബർ എന്നെപ്പോൾ ഒരു സുവിശേഷകനോട് ചോദിച്ചു, നിങ്ങളീ പറയുന്ന കാര്യമൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലേ എന്നിട്ട് പിന്നെ എന്താ ഈ ആൾക്കാരൊക്കെ രക്ഷിക്കപ്പെടാതെ അസന്മാർഗീയ ജീവിതത്തിലും അശുദ്ധ ജീവിതത്തിലും ദുഷ്പരിചയത്തിലുമൊക്കെ ജീവിക്കുന്നത്? ക്രൈസ്തവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് താൻ ചോദിച്ചത്. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ എന്ന് സുവിശേഷം ചോദിച്ചു.
എന്താണത്? അത് ഇവിടെ ഒരുപാട് ഹിപ്പികൾ നടപ്പുണ്ടല്ലോ. മുടി നീട്ടി മുടി വെട്ടാതെ ഹിപ്പികളായി നടക്കുന്നുണ്ട്. നിങ്ങൾക്കിങ്ങനെ ഒരു ഷോപ്പുണ്ട്, നിങ്ങളൊരു ബാർബറാണ്, എന്നിട്ട് പിന്നെ എന്താണ് അവരിങ്ങനെ ഹിപ്പികളായിട്ട് നടക്കുന്നത്? നിങ്ങൾക്ക് അവരെ വിളിച്ച് ഉപദേശിച്ച് അവരെ മുടി വെട്ടി കൊടുത്തുകൂടി. അദ്ദേഹം ശോഭത്തോടെ പറഞ്ഞു, അവരെ ഷോപ്പിൽ നിന്ന് വന്നു നോക്കട്ടെ, ഞാൻ അവരെ കുട്ടപ്പനാക്കി വിടാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ സമ്മതിച്ചു സുഹൃത്തെ, ഞാൻ സമ്മതിച്ചു. സുവിശേഷം പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. എന്നാലേ ഈ പറയുന്ന നിങ്ങളും നിങ്ങളെപ്പോലെയുള്ള ആരെങ്കിലുമൊക്കെ ആയ ദുർമാർഗികളും എൻ്റെ കർത്താവിൻ്റെ എല്ലാം ഒന്ന് വന്നു നോക്കട്ടെ, അവനൊരു പുത്തൻ മനുഷ്യനാക്കി വിടുന്നുണ്ട്. ചുരുക്കി പറയട്ടെ, ക്രമേണ ആ ബാർബർ ഈ കർത്താവിൻ്റെ വകയായി തീർന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നേരിട്ട് കണ്ടതല്ല. എന്താ പറഞ്ഞത്? സ്തോത്രം. വഴിയെ പോകുന്നതിന് ഓടിച്ചിട്ട് കർത്താവ് പിടിക്കുന്നില്ല, മറിച്ച് എങ്ങനെയാണ് കർത്താവിനെ സമ്മതിച്ച്, തന്നെ പാപിയാണ് സമ്മതിച്ച്, പാപപരിഹാരം വരുത്തണമെന്ന് ആഗ്രഹിച്ച് കർത്താവിനോടൊക്കെ ചെന്നാൽ ഈ ഒരു പുത്തൻ മനുഷ്യനായിത്തീരും. അങ്ങനെ ഒരു പുത്തൻ മനുഷ്യനാക്കുന്ന പ്രക്രിയയാണ് ബൈബിൾ അനുശാസിക്കുന്നത്. ഒരിക്കലൊരു ആടിനെ വിൽക്കാൻ കൃഷിക്കാരൻ ചന്തയിൽ കൊണ്ടുപോയി. ഒരു പന്നീനെയും കൊണ്ടുപോയി വിൽക്കാനായിട്ട്. പന്നിയുമുണ്ട്, ആ വീട്ടിൽ ആടുമുണ്ട്. രണ്ടും കൂടെ കൊണ്ടു ചെന്നു. പോണ വഴിക്ക് വെള്ളവും ചെളിയും ഉണ്ടായിരുന്നു. കുളിപ്പിച്ച് എണ്ണയൊക്കെ ഇട്ട് കൊണ്ടുപോയ പന്നി ഈ ചെളിക്കകത്ത് കിടന്നിട്ടുണ്ട്. ആട് അത് കണ്ടപ്പോൾ അവിടെ എത്തിയപ്പോൾ ചാടിക്കടന്നു പോയി. അപ്പോൾ ഇതൊരു പ്രശ്നമായി. ആടിനെ വിറ്റു, ഈ പന്നിയെ വിൽക്കാൻ പറ്റിയില്ല. ഇതിനെന്താണ് ഒരു പരിഹാരം? അപ്പോൾ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു, മൃഗഡോക്ടറെ എടുത്ത് കൊടുത്താൽ ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടും. അതെങ്ങനെയാണ്? ഇവിടെ കൊണ്ടുപോയി കൊടുത്തു നോക്ക്. ഓക്കെ. ആ മനുഷ്യൻ ഈ പന്നീനെ കാര്യം പറഞ്ഞ് ഡോക്ടറെ ചെന്നപ്പോൾ പറഞ്ഞു, ഒരാടിനെയും കൊണ്ടുപോയി ഒരു പന്നീനെയും കൊണ്ടുചെന്നപ്പോൾ ആ പന്നിയെ ഓപ്പറേഷൻ ചെയ്ത് അതിൻ്റെ ഹൃദയമെടുത്ത് ആടിനെ ഓപ്പറേഷൻ ചെയ്ത് ആടിൻ്റെ ഹൃദയമെടുത്ത് പന്നിക്കും വെച്ചു. എന്നിട്ട് പിന്നെ മുറിവുണങ്ങി ചില ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതിനെ രണ്ടിനും വിൽക്കാൻ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ചെളിയും വെള്ളവും കിടക്കുന്ന വഴി കൂടെ പിന്നെയും പോയത്. അവിടെ ചെന്നപ്പോൾ ആട് അതിൽ കിടന്നുകൊണ്ടുണ്ടു, പന്നി ചാടിക്കിടന്നു പോയി. അപ്പോൾ കർഷകന് മനസ്സിലായി, പന്നിയുടെ സ്വഭാവം ഇതാ, ആടിൻ്റെ സ്വഭാവം അതാ. ആടിൻ്റെ ഹൃദയം പന്നിയിൽ വന്നപ്പോൾ പന്നി മാറി, പന്നിയുടെ ഹൃദയം ആടി ചെന്നപ്പോൾ ആടിനും മാറി. ആത്മീക ജീവിതം ഒരു പുത്തൻ മനുഷ്യനാക്കി മാറ്റുന്നതാണ് തന്നെ. അതാ രക്ഷയുടെ കാലം. ഇവിടെ അവസാനിപ്പിക്കാൻ വിചാരിക്കുകയാണ്. എബ്രായലേഖനം 1:1 വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 1-2 എബ്രായലേഖനം 1:1-2 വേഗം വായിക്കാം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണ കാലം മുതൽ പിന്നീട് മുമ്പോട്ടുള്ള സമയത്തെക്കുറിച്ച് പറയുന്നതാണ് അന്ത്യകാലം. ഈ അന്ത്യകാലത്ത് യേശുക്രിസ്തു മുഖാന്തരം രക്ഷാവിളംബരം നടന്നിരിക്കുന്നു. അതിനു മുമ്പ് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞു. പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞതും യേശുക്രിസ്തു മുഖാന്തരം പറഞ്ഞതുമായ കാര്യത്തിൽ ഏതിനാണ് ആക്കവും തൂക്കവും അഥവാ പ്രാധാന്യതയുള്ളത്? പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞ കാലഘട്ടം ന്യായപ്രമാണ കാലഘട്ടമായിരുന്നതുകൊണ്ട് ന്യായപ്രമാണ കാലഘട്ടം കർമ്മമാർഗത്താൽ പ്രവൃത്തിയാൽ ഉള്ള രക്ഷ. യേശുക്രിസ്തുവിൻ്റെ കാലം മുതൽ ഉള്ള സമയം വിശ്വാസത്താൽ മാത്രം രക്ഷ. യേശുക്രിസ്തു മനുഷ്യൻ ചെയ്യേണ്ട സകല ക്രിയകളും ചെയ്ത് തീർത്തത് കൊണ്ട് സകല മനുഷ്യർക്കും വേണ്ടി യേശു ചെയ്തത് ആ വലിയ രക്ഷ. 2:4 എബ്രായലേഖനം 2:4 വലിയ രക്ഷ. ഇത്ര വലിയ രക്ഷ നമുക്ക് എന്നെ നോക്കാതെ പോയാൽ എങ്ങനെ തെറ്റുകയും? ഇത്ര വലിയ രക്ഷയാകാൻ കാരണം ഇങ്ങനെയൊക്കെ ദൈവം പറഞ്ഞു തുടങ്ങിയതും കർത്താവ് സാധിപ്പിച്ചു തന്നതും വലിയ ദൈവമായവൻ ഒരുക്കി തന്നതുമായ രക്ഷയുടെ പേരാണ് ഇത്ര വലിയ രക്ഷ. ശ്രേഷ്ഠമായ, മാന്യമായ, മഹത്തായ, ഉത്തമമായ, മാറ്റമില്ലാത്ത ഈ വലിയ രക്ഷയെ അഖണ്യമായി വിചാരിച്ചാൽ,
ഗണ്യമായി വിചാരിച്ചാൽ എങ്ങനെ തെറ്റി ഒഴിയും ചോദ്യം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇത് രക്ഷാകാലം, ഏത് ജാതികൾക്കും രക്ഷപ്പെടാനുള്ള രക്ഷാകാലം. കർത്താവ് അതിനായി നിങ്ങളെ ഒരുക്കട്ടെ, നിങ്ങളതിനു വേണ്ടി ഒരുങ്ങാൻ ഇടയാകട്ടെ എന്ന് ഓർപ്പിച്ചും ആശിച്ചും കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നോട് ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ, വലം കൈ നെഞ്ചത്ത് വെച്ചിട്ട് ഈ രക്ഷ എനിക്ക് വേണം കർത്താവേ, അതുകൊണ്ട് എന്നെ ഇതിന് ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുവാൻ. ഞാനൊരു പാപിയാണ്, പാപിയുടെ അന്ത്യം നരകമാണ്, അതിൽ നിന്ന് രക്ഷ പ്രാപിച്ചാൽ അവൻ്റെ അന്ത്യം ദൈവരാജ്യമാണ്. എനിക്ക് ദൈവരാജ്യത്തിൽ വരണം കർത്താവേ എന്ന് ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് പറയാൻ ഒരു സെക്കൻഡ് നീ ഉപയോഗപ്പെടുത്തിയാൽ നീയും കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് ഈ രക്ഷാകാലത്തിൽ നിങ്ങൾക്ക് പങ്കാളിയാകാം. ഇപ്പോൾ രക്ഷാദിവസം, ഇപ്പോൾ സുപ്രസാദകാലം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ മനോഹരമായ ഈ പകലിൽ അങ്ങയുടെ സത്യമായ വചനത്തിൽ നിന്ന് നീതിയായ, ന്യായമായ, വ്യവസ്ഥാപിതമായ നിലയിൽ എന്താണ് രക്ഷയെന്ന്, ശിക്ഷാകാലം ഏതാണെന്ന് തുടങ്ങി വെക്കാൻ, പറയുവാൻ, ഓർമ്മപ്പെടുത്തുവാൻ എളിയവരെ അനുവദിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കേൾവിക്കാരായ മുഴുവൻ ശ്രോതാക്കളെയും അങ്ങയുടെ കരുണയുള്ള കരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. കർത്താവെ, അവരെ പേർ ചൊല്ലി അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരേത് കുഴിയിലായിരിക്കുന്നുവോ അതിൽ നിന്ന് അവരെ കയറ്റി ക്രിസ്തുവാകുന്ന ഉറപ്പുള്ള പാറമേൽ അവരെ നിർത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് ആശ്വാസവും പരിഹാരവും നിവാരണവും വരുത്തുമാറാകണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സാധിക്കട്ടെ, സംഭവിക്കട്ടെ കർത്താവെ. അവിടുന്ന് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ധന്യനായ വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. അങ്ങനെ ജീവിപ്പിക്കും, അങ്ങനെ ജീവിപ്പിക്കും, അങ്ങനെ ജീവിപ്പിക്കും, അങ്ങനെ ജീവിപ്പിക്കും. ഈ മരുയാത്രയിൽ തളർന്നിടാതെ അങ്ങനെ ജീവിപ്പിക്കും. ഈ മരുയാത്രയിൽ തളർന്നിടാതെ അങ്ങനെ ജീവിപ്പിക്കും.